പൊതുവെ നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പോൾ ഒരു നീറ്റ് കോച്ചിങ്ങിനൊക്കെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഭീകരന്മാരായിരിക്കും, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് റൂമുകളായിരിക്കും എന്നൊക്കെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ലിയാനെ? ഞാൻ സൈലം ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ അതാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ഫുള്ള് നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ഇവരൊക്കെയാണ് ടീച്ചേഴ്സ് എന്ന് തോന്നുന്നു. നമ്മൾ നീറ്റിന് ചെല്ലുന്ന സമയത്ത് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളെല്ലാം നേരത്തെ കണ്ട ചോദ്യങ്ങൾ പോലെ ഈ പ്രാവശ്യത്തെ നീറ്റ് ശരിക്കും എനിക്ക് എല്ലാം എവിടെയോ കണ്ട പോലെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ GIBയിലാണെങ്കിലും അതുപോലെ നമ്മളെ മെറ്റീരിയൽസിലൊക്കെ എവിടെയൊക്കെയോ കണ്ട പോലത്തെ ചോദ്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. ഹായ്, 2024 നീറ്റിലെ സൈലത്തിന്റെ മറ്റൊരു ടോപ്പറാണ് ഇന്നത്തെ കൂടെയുള്ളത്, ലിയാൻ. ഹായ് ലിയാൻ. ലിയാന്റെ സ്കോർ എത്രയായിരുന്നു നീറ്റില്? 683. ലിയാൻ റിപ്പീറ്റർ ആണോ? റിപ്പീറ്റർ അല്ലല്ലോ. അല്ല. ഓക്കെ, എങ്ങനെയാണ് സൈലത്തിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ വരുന്നത്? ഞാന് +1+2ന്റെ എക്സാംസിന്റെ റിവിഷന് വേണ്ടിയിട്ടാണ് ശരിക്കും സൈലത്തിന്റെ ലൈവ് കണ്ടു തുടങ്ങിയത്. അതിലൂടെയാണ് എങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്നുള്ള ഒരു തോട്ട് വന്നപ്പം സൈലം ചൂസ് ചെയ്യാന്ന് വെച്ചാൽ. +2 കഴിഞ്ഞിട്ട് നീറ്റ് എഴുതിയിരുന്നു ആ ഒരു വർഷം. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു സ്കോർ? എനിക്ക് 331 എന്ന് 683ലേക്ക് ഒരു വൻ കുതിച്ചുചാട്ടമാണല്ലേ ശരിക്കും. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, നല്ല സ്കോറാണ്. എങ്ങനെയായിരുന്നു മോളെ സൈലത്തിന്റെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ? ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അടിപൊളി എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടുത്തെ ഒരു സിസ്റ്റം മൊത്തത്തില്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രത്യേകിച്ച് ഇവിടുത്തെ ഹൈബ്രിഡ് സിസ്റ്റം, നമുക്കിങ്ങനെ ഈ ഡെയിലി ക്ലാസ് ആവുന്ന സമയത്ത് പിറ്റേ ദിവസവും ക്ലാസ്സിൽ പോകണ്ടേ എന്നുള്ളൊരു മടുപ്പ് വരുമല്ലോ. പക്ഷെ ഇതില്ല, നമുക്ക് ഒരു ദിവസം ക്ലാസ്സിൽ വന്നാൽ പിറ്റേ ദിവസം നമുക്ക് റെസ്റ്റ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം. പിന്നെ റിവിഷനും നല്ല സെൽഫ് സ്റ്റഡിക്കൊക്കെ നല്ലോണം ടൈം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഇന്നലെ നമ്മൾ ഈ ടോപ്പിക് കണ്ട് പഠിച്ചിട്ടാണല്ലോ വരുന്നത് അല്ലെ? ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു പരീക്ഷയായിരുന്നു അല്ലേ, ഡെയിലി ടെസ്റ്റ്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഡെയിലി ടെസ്റ്റ് ശരിക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ ഈ ഒരു തലേന്ന് പഠിക്കുന്ന ഒരു കാര്യം പിറ്റേന്ന് വന്ന് എക്സാം എഴുതുമ്പോൾ നമ്മൾ നല്ലോണം അത് പഠിച്ച് റിവൈസ് ചെയ്തിട്ട് വരും. എന്നാലേ നമുക്ക് എക്സാമിൽ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര അതൊന്നും സാരമില്ല എന്ന് വിചാരിച്ചാലും എക്സാമിന്റെ സ്കോർ നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ തലേന്ന് അതിന് നല്ലോണം നോക്കിയിട്ട് പഠിച്ചു തന്നെ വരും. അപ്പൊ ഇങ്ങനെ ഒരു എക്സാം ഇല്ലെങ്കിൽ ശരിക്കും അങ്ങനെ നമ്മൾ വലിയ കാര്യമൊക്കെ എടുക്കൂലല്ലോ. പിന്നെ എക്സാം ഇങ്ങനെ ഡെയിലി എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ഇനി എന്താണ് പഠിക്കാൻ ബാക്കിയുള്ളത്, ഇതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മളിപ്പോ ഡെയിലി ടെസ്റ്റുകൾ ശരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ ഇരുന്ന് തന്നെയല്ലേ നമ്മൾ എഴുതുന്നത്? ക്ലാസ് റൂമിൽ ഇരുന്നാണെങ്കിലും അത് ഒരു പരീക്ഷയുടെ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നോ? കറക്റ്റ്. ലൈക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു എക്സാം എഴുതുന്നത് അതേ ഒരു രീതിയിൽ തന്നെയാണ് നല്ല സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ലൈക്ക് മെന്റേഴ്സ് ഒക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ്. ഡെയിലി ടെസ്റ്റുകൾക്ക് പുറമെ വേറെ ഏതൊക്കെ രീതിയിലുള്ള പരീക്ഷകൾ ഉണ്ടായിരുന്നു? കാരണം നമ്മളൊരു 25 ലക്ഷത്തോളം ആളുകളോട് മത്സരിക്കാൻ പോകുന്ന ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയാണല്ലോ. അപ്പൊ പരീക്ഷകൾ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? വേറെ എന്തൊക്കെ എക്സാമുകൾ അസൈലം നടത്തി? ഡെയിലി ടെസ്റ്റിന് പുറമെ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, ഓരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ഉണ്ടാവും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പം. അതുപോലെ പിന്നെ ഇപ്പൊ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ അത് കുറച്ചെണ്ണം കൂട്ടിയിട്ട് അങ്ങനെ വലിയ മന്ത്ലി ടെസ്റ്റുകൾ പോലെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓരോ എക്സാം കഴിയുമ്പോഴും അതിൽ മാർക്ക് ഇപ്പൊ കുറയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സാമിനേക്ക് നമുക്ക് നല്ലോണം ഇനിയും നമുക്ക് മാർക്ക് കിട്ടണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ നല്ലോണം പഠിച്ചു വരും. അപ്പൊ നല്ല ഹെൽപ്ഫുൾ ആണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് ആ ഒരു എക്സാമിന്റെ പേടി മാറി കിട്ടും. നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ചിലുകൾ ഉണ്ടായിരുന്നു, എല്ലാ മാസവും നമ്മളൊരു സെന്ററിൽ പോയി നീറ്റ് എക്സാം എഴുതുന്ന പോലെ തന്നെ പോയി എഴുതുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബാച്ചിൽ ഉണ്ടായിരുന്നില്ലേ? അതെങ്ങനെയുണ്ട് ശരിക്കും? GIB ശരിക്ക് എനിക്ക് ഫസ്റ്റത്തെ GIBക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 680 സംതിങ് ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ GIB. പിന്നെ അതിങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങി. കാരണം നമ്മൾ ഇത് പുതിയ പുതിയ ചാപ്റ്റേഴ്സ് ഇങ്ങോട്ട് ആഡ് ചെയ്യാണല്ലോ. അപ്പം കുറച്ചൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവും പുതിയ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാണ്. നമ്മൾ ഓരോ ചാപ്റ്ററും വീണ്ടും വീണ്ടും എക്സാം എഴുതുമ്പോഴാണല്ലോ അതിൻ്റെതായ വരും. അപ്പൊ പിന്നെ പിന്നീടുള്ള GIBക്കൊക്കെ നല്ലോണം ആ ഒരു വന്നിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ നോക്കിയിട്ട് പിന്നെയും നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് നീറ്റ് മോഡൽ ആവുന്ന സമയത്ത് ആ ഒരു എങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് നല്ലോണം വരും. നമ്മള് നീറ്റിന് ചെല്ലുന്ന സമയത്ത് നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളെല്ലാം നേരത്തെ കണ്ട ചോദ്യങ്ങൾ പോലെ ഈ പ്രാവശ്യത്തെ നീറ്റ് ശരിക്കും എനിക്ക് എല്ലാം എവിടെയോ കണ്ട പോലെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ GIBയിലാണെങ്കിലും അതുപോലെ നമ്മളെ മെറ്റീരിയൽസിലൊക്കെ എവിടെയൊക്കെയോ കണ്ട പോലത്തെ ചോദ്യങ്ങളാണ് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഒന്നും അറിയാത്ത ഒരു കോൺസെപ്റ്റ് അതിൻ്റെ അകത്ത് വന്നിട്ടില്ല. നമ്മളിപ്പോ ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാനുള്ള ഒരു ആകാംക്ഷ, ഇന്നിപ്പോ പരീക്ഷ നടന്നാൽ ഇന്ന് തന്നെ റിസൾട്ട് വന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ നമ്മുടെ ഒരു പരീക്ഷ നടന്നതിന് ശേഷമുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പെട്ടെന്ന് റിസൾട്ട് വരുമായിരുന്നോ? അന്ന് പിറ്റേന്ന് തന്നെ ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ വരും. ആ ഒരു പരീക്ഷയിലെ റാങ്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റാങ്ക് ക്ലാസ് വൈസ് ആയിട്ട് നമുക്ക് ഏത് പൊസിഷനിലാണെന്നുള്ളത് ആ റാങ്ക് ഒക്കെ പെട്ടെന്ന് തന്നെ ഇടാറുണ്ട്. മോള് ഹോസ്റ്റലായിരുന്നോ ഡേ സ്കോളർ ആയിരുന്നോ?
സ്കോളർ ആയിരുന്നു. ഡേ സ്കോളർ ആയിരുന്നു. ഓക്കെ. മെന്റർഷിപ്പ് ഉണ്ടായതില്ലേ മോൾക്ക്? ആ, മെന്റർ ഉണ്ടായിരുന്നു. മെന്റർ ആക്ച്വലി എന്ന് പറഞ്ഞാല് എനിക്ക് നല്ല ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ ആയിരുന്നു എന്റെ മെന്റർ. ഞാന് ഒരു സ്റ്റാർട്ടിങ്ങിലൊക്കെ ശരിക്കും മെന്ററിന്റെ അടുത്തൊക്കെ പോയി കരഞ്ഞിട്ടുണ്ട്, ടെൻഷനായിട്ട്. അപ്പോഴും എന്നെ എന്താ പറയാ എങ്ങനെ സപ്പോർട്ട് ചെയ്ത് അതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എക്സാമിന്റെ തലേന്ന് വരെ ഞാൻ വിളിച്ച് കുറെ നേരം സംസാരിച്ചിട്ടുണ്ട് മെന്ററിനോട്. ശരിക്കും നല്ല സപ്പോർട്ടായി. ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട്, നമ്മളിപ്പോ ഒരു നീറ്റ് കോച്ചിങ്ങിനൊക്കെ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഭീകരന്മാരായിരിക്കും അല്ലെ, കലിപ്പ് ലുക്കായിരിക്കും, ഭീകരന്മാരായിരിക്കും, നമുക്ക് പേടിയാവും, ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് റൂമുകളായിരിക്കും എന്നൊക്കെ നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ട് പലയിടങ്ങളിലും. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ലിയാന്? ഞാൻ സൈലന്റ് ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ അതാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് ഫുള്ള് നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ കാണുകയാണെങ്കിലും ഇവരൊക്കെയാണോ ടീച്ചേഴ്സ് എന്ന് തോന്നുന്നു. ശരിക്കും ഭയങ്കര കൂളായിട്ട് ഒരു സ്ട്രെസ്സും തരാത്ത രീതിയിൽ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ലൈക് ചിരിച്ചോണ്ട് ക്ലാസ് എടുക്കുന്ന അങ്ങനത്തെ ടീച്ചർമാരാണ് അധികം ഉള്ളത്. ഒരു സ്ട്രെസ്സും ഇല്ല, ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു പഠിത്തം. ശരിക്കും നമ്മൾ എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ച് വെക്കുന്നു. പിന്നെ നമ്മള് ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ഇതാണല്ലോ. അപ്പൊ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നു. ഇങ്ങനെ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തലവേദനയാണല്ലോ. പക്ഷെ ഇവിടെ വരുമ്പോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ സാധാ സ്കൂളിലൊക്കെ പോകുന്ന പോലെ ജസ്റ്റ് പോവാ, എൻജോയ് ചെയ്യുക, തിരിച്ചു വരിക, അങ്ങനെ തന്നെ. പക്ഷെ അതൊരിക്കലും നമ്മുടെ പഠനത്തെ ബാധിക്കുന്നില്ലല്ലോ. പഠനത്തെ ബാധിക്കുന്നില്ല. ആ ഒരു എൻജോയ്മെന്റിലൂടെ നമ്മൾ പഠിക്കുന്നത്, ആസ്വദിച്ച് പഠിക്കുക. ഓക്കെ. ഇപ്പൊ മോളുടെ ഒരു സ്വപ്നം, ഇനിയിപ്പോ 683 സ്കോർ ഉണ്ട്, മോൾക്ക് ഏത് മെഡിക്കൽ കോളേജിൽ കിട്ടണം എന്നാണ് ആഗ്രഹം? എനിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ജില്ലക്കാരായതുകൊണ്ട് തന്നെ. പിന്നെ ഉമ്മക്കൊക്കെ അത് തന്നെയാണ് താല്പര്യം, അടുത്ത് തന്നെ ആവുമ്പം. പക്ഷെ ഇപ്രാവശ്യത്തെ ആ ഒരു റിസൾട്ടിൻ്റെതായതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പിന്നെ തൃശ്ശൂരാണ് എക്സ്പെക്ട് ചെയ്യണത്. ഓക്കെ. അപ്പോൾ മോളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. ഒരു ഗംഭീര ഡോക്ടറായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.